ഹായ് ഓൾ, എൻ്റെ പേര് നിരഞ്ജൻ എന്നാണ്. ഞാൻ മംഗൾസ് ബീച്ചിൻ്റെ CEO ആണ്. ലോഞ്ചിങ് ഡേറ്റ് ഏകദേശം ഫിക്സ് ചെയ്തു. മാർക്കറ്റിംഗ് ഐഡിയാസ് ഫുൾ ഓഫ് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റ് ആയിട്ടില്ല. അതാണ് ഞങ്ങളുടെ സ്റ്റോർ, അതാണ് വെബ്സൈറ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഏറ്റവും വലിയ മട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് എന്താ വെച്ചാൽ, ഞങ്ങൾ നമ്മുടെ ബ്രാൻഡ് നെയിം ഓണത്തിന് അന്ന് ഡിസ്ക്ലോസ് ചെയ്തു. കാരണം അന്നത്തെ ഐഡിയയിൽ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു November 1 ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുമ്പോൾ കാര്യത്തിൽ അത് 100% ഉറപ്പായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ബ്രാൻഡ് നെയിം മംഗൾസ് ബീറ്റ്സ് എന്നുള്ളത് ലോഞ്ച് ചെയ്തു. ഈ മംഗൾസ് ബീറ്റ്സ് ഒരു കഥ ഉണ്ട്. അതായത് ഞങ്ങൾ ആദ്യം ഇതിന് ടെമ്പിൾ ട്യൂൺസ് എന്നാണ് പേരിട്ടത്. ഈ ടെമ്പിൾ ട്യൂൺസ് പിന്നെ അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഭാഗമായിട്ട് അത് റിതം റിപ്പബ്ലിക്കായി, അതും രജിസ്ട്രേഷൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മംഗൾസ് ബീച്ചിലേക്ക് ഞങ്ങൾ വരികയാണ്. എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്ക് അറിയാം, എനിക്ക് മംഗലശ്ശേരി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ മീഡിയ ടീം എനിക്കുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ചെയ്യുന്ന പൂരം വീഡിയോസ്, ഞാൻ തന്നെ ക്യാമറ എടുക്കുന്ന കുറച്ച് വീഡിയോസ് എങ്ങനെയെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്ത് ഫുൾ ഓഫ് ചെയ്ത് യൂട്യൂബിലിടും. ആൻഡ് മംഗലശ്ശേരി എന്ന് പറയുന്ന അച്ഛൻ്റെ തറവാടിൻ്റെ പേരാണ്. സോ അത്രയും നല്ല തറവാടിൻ്റെ പേര് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മംഗൾസ് ബീറ്റ്സ് എന്നതിലേക്ക് വന്നത്. അപ്പോൾ മംഗൾസ് ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ മംഗളം എന്നുള്ളൊരു വാക്ക് കൂടി ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ ആ ഒരു പേരിട്ടു. പിന്നെ അതായത് November 1 ശേഷം ഞങ്ങൾ അവിടെ വിട്ടു, കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഞങ്ങൾ വേറൊരു ടീമിനെ തിരച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് ഡോക്യുമെന്റ്സ് കിട്ടി, വേറൊരു ടീമിനെ തിരഞ്ഞു പോയി. ആ ടീമിനോടും ഞാൻ എൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. അവർ ഏറ്റുമാനൂർ ടീമാണ്, പേര് വെബ് ഡെവലപ്പേഴ്സ് എന്നാണ്. അവരെന്നെ കൃത്യമായിട്ട് അവർക്ക് ഫസ്റ്റ് മീറ്റിൽ തന്നെ ഐഡിയ കിട്ടി. അതായത് ഫസ്റ്റ് ടീമിനേക്കാളും കൂടുതൽ ഐഡിയ അവർ കിട്ടി. അവർ നേരത്തെ നമ്മുടെ സൈറ്റിൻ്റെ പാറ്റേണിൻ്റെ സൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അവർ നേരത്തെ അത് പ്ലാൻ ചെയ്തു, എൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് പ്രസൻറ്റ് ചെയ്തു. ഞാനും എന്താ പറയുക, എൻ്റെ മനസ്സിലപ്പോഴത്തേക്കും ഈ November 1 മുതൽ ഏതാണ്ട് March അവസാനത്തിലാണ് എനിക്ക് അവർ ഡിസൈനിങ് അയച്ചു തരുന്നത്. നമ്മൾ കൊടുത്തതും ഏതാണ്ട് March 1 വീക്കിലാണ്. അപ്പോൾ അവിടെ തന്നെ ഞാൻ കൂടുതൽ പുതിയ വെബ്സൈറ്റ് ഡിസൈനിങ് മെത്തേഡ്സ് അതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ട്രഡീഷണൽ ലുക്ക് വരുന്ന വെബ്സൈറ്റ് ആയിരുന്നു ഞാൻ അവരോട് പറഞ്ഞത്. കംപ്ലീറ്റ് എനിക്ക് അത് തന്നെ അയച്ചു തന്നു. ഇനി 2 ഡിസൈനിങ് അവർ അയച്ചു തന്നു. ഞാൻ ഒരു ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു, രണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് കൂടുതൽ യോജിച്ചത് എന്ന് തോന്നി രണ്ടാമത്തെ ആയിരുന്നു. അങ്ങനെ അവരതിൻ്റെ ബാക്ക് എൻഡ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. എന്നെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തു. കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞ് ഞങ്ങളുടെ June 1 ഫുൾ ഡെവലപ്ഡ് വെബ്സൈറ്റ് കഴിഞ്ഞിട്ടാണ്. മാർച്ച് അവസാനം മെയ് അവസാനമൊക്കെ പണി കഴിഞ്ഞിരുന്നു. പക്ഷേ നല്ലൊരു മീറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് June 1 second വീക്കിലാണ് ഞങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ പൂർണ്ണ രൂപം ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു, കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്ത് ഇന്ന് July 7 ഞങ്ങളത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. വെബ്സൈറ്റിൻ്റെ പേര് www.traditionalbeats.com. ഇതിൻ്റെ അകത്ത് കുറേ ഐഡിയ ഉണ്ടായിരുന്നു ഇതിൻ്റെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിട്ട്, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എന്താണ് നമ്മുടെ സ്ട്രാറ്റജി വരേണ്ടത്. പക്ഷെ ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ടായിട്ട് പറഞ്ഞു, നമുക്ക് കേരള ട്രഡീഷൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കൾച്ചറൊക്കെ വെച്ച് പ്രൊമോട്ട് ചെയ്യാം, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്, ആ ലൈനിൽ തന്നെ പോവാമെന്ന് പറഞ്ഞു. ആ ലൈനിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ വാട്ട് ഷുഡ് ബി അവർ ക്യാപ്ഷൻ. നമ്മുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കവർ കേരള ത്രൂ ദ അസോർട്ടഡ് കളക്ഷൻ ഓഫ് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ്, ദെയർ മിനിയേച്ചേഴ്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. അപ്പോൾ പിന്നെ എൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്നായിരുന്നു. സോ വാട്ട് ടു എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി. ദെൻ ഹൗ ടു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തേടുകയായിരുന്നു. അപ്പോഴാണ് അച്ഛനോട് പറഞ്ഞത്, എന്താണ് ഒരു സ്ഥിരം, നേരത്തെ പറഞ്ഞ സ്ഥിരം പാറ്റേൺ എന്തിനാണ്, വൈ കാൺട്ട് യു ടേക്ക് എ ബ്രേക്ക്, എന്തുകൊണ്ട് നിനക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ഇതിലേക്ക് പോയി കൂടാ, ഇതൊന്ന് മംഗൾസ് ബീറ്റ്സിനെ നിനക്ക് പറ്റുന്ന അത്രയും വലുതാക്കിയിട്ട് നിനക്ക് എന്തുകൊണ്ടൊരു ഡിഗ്രി പൊക്കൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും കൺവിൻസ് ആയിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അതായത് ചെണ്ട, അതൊക്കെ ആ ഒരു വേൾഡിലേക്ക് ഞാനങ്ങ് ഇരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഒരു പാറ്റേൺ പിടിച്ചു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ മാർക്കറ്റിംഗ് ഒരു പേടിയല്ല, അതൊരു എന്താ പറയുക, എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ലൈനിലേക്ക് എത്തി. സോ ഇതാണ് ഞങ്ങളുടെ ബ്രാൻഡ് സ്റ്റോറി. ആൻഡ് ഹിയർ വി സ്റ്റാർട്ട് വിത്ത് യുവർ ഓൾ ബ്ലെസ്സിങ്സ്. സോ traditionalbeats.com എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇന്ന് ലോഞ്ച് ആവാൻ പോകുന്നത്. മംഗൾസ് ബീറ്റ്സ് എന്നാണ് ബ്രാൻഡ് നെയിം. സോ ഐ തിങ്ക് ഐ കവേർഡ് എവറിത്തിങ് വാട്ട് ഐ വാണ്ടഡ് ടു സേ ടു യു.
സോ ഞങ്ങളിവിടെ തുടങ്ങുകയാണ്, എല്ലാവരും ബ്ലെസ്സിങ്സ് വേണം. സോ താങ്ക് യു ഫോർ മൈ ബ്ലെസ്സിങ്സ്.